ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിമി നെൽസൺ. ഞാൻ കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ഇടവക ദേവാലയാംഗമാണ്. ഇത് എൻ്റെ മോള് നേഹമരിയ, ഇതെൻ്റെ ഭർത്താവ് നെൽസൺ, ഇതെൻ്റെ അപ്പച്ചൻ ആൻ്റണി. ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം, ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. ഞാനൊരു 18 വയസ്സ് മുതൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അന്നൊന്നും അത്ര കാര്യമായ പരിശ്രമം ഉണ്ടായിരുന്നിട്ടില്ല. ഞാനപ്പോൾ അത് അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു. ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കോവിഡൊക്കെ വരുന്ന ഒരു സമയത്താണ് ഞാനൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നെങ്കിലെന്ന് കാര്യമായിട്ട് ആലോചിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഏജ് ഓവർ ആവാറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ആകെ 3 എക്സാമുകളെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് അന്ന് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ല, ഇവിടെ നടക്കുന്നത് എന്താണ്, ഉടമ്പടി എന്നാണ്, ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ വിചാരിച്ചു അത്രയും സമയം അവിടെ പോയി സമയം കളയണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ ഉടമ്പടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഓൺലൈനായിട്ട് പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തെടുത്തു. ഞാനത് ചെല്ലാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ 2 എക്സാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം എൻ്റെ പഠിച്ചതൊന്നും എനിക്ക് എഴുതാൻ പറ്റണില്ല, വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 3ാമത്തെ എക്സാമിന് ഒരാഴ്ച ഉള്ളപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഈ ഒരു ജോലിയുടെ കാര്യം എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ച് ഞാൻ ഉടമ്പടി എടുത്തു, മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ എക്സാം എഴുതി. ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു. മെയിൻ ലിസ്റ്റിൽ 334 റാങ്കായിട്ട് മെയിൻ ലിസ്റ്റിൽ വരാൻ കഴിഞ്ഞെങ്കിലും പിന്നെയും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ആൾ വരെ അവർ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 8-9 മാസമായിട്ട് പിന്നെ റാങ്ക് ലിസ്റ്റിന് ഒരനക്കവും ഇല്ല. കാരണം ഒരു പ്രതീക്ഷയില്ലാത്തതായി. കാരണം ഞങ്ങൾ ഈ പിന്നെ ഇങ്ങനെ ഒന്നും നടക്കാതായപ്പോൾ ഞങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈകോയുടെ ASMൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഹെഡ് ഓഫീസിലൊക്കെ ചെന്നു, MD ഒക്കെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് 200 ചില്ലാനും ഒഴിവുകളുണ്ട്, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഒരൊഴിവ് പോലും റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉത്തരം. കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു, മാതാവിൽ ആശ്രയിച്ചു. കാരണം മാതാവിനെ ഏൽപ്പിച്ച ഒരു കാര്യം, ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത ഒരു കാര്യം നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമ്മളെ കൈവിടില്ല എന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കാറുണ്ട്. അല്പം ഇങ്ങനെ വേദന തോന്നുമ്പോൾ അല്ലെങ്കിൽ വിഷമം തോന്നുമ്പോൾ ഞാൻ സാക്ഷ്യങ്ങളെടുത്ത് കേൾക്കും. അപ്പം നമുക്ക് കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകാൻ കഴിയാറുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ അങ്ങനെ പറയണം കേട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ ആ പ്രതീക്ഷയിൽ ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം ഞങ്ങൾ മിനിസ്റ്ററെ കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടി, പരിചയത്തിലുള്ള ഒരാൾ വഴിയായിട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇത്രയും നാളുകളായിട്ട് ഞാൻ വെച്ച ബാക്കി വിഷയങ്ങളൊക്കെ അമ്മ എനിക്ക് സാധിച്ചു തന്നു വലിയ താമസമില്ലാതെ. പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ആദ്യത്തെ നിയോഗമായിരുന്നു. പക്ഷേ ഇതിന് മാത്രം ഒരനുക്കമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇത് ദൈവത്തിനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട. പക്ഷേ ഇതെനിക്കുള്ളതാണെങ്കിൽ, കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒരു പേപ്പറിൻ്റെ പോലും വിലയില്ലാണ്ട് ഇരിക്കുകയാണ്. ഇനി എനിക്കൊരു എക്സാം എഴുതാനും പറ്റില്ല. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ, ഇതെനിക്കുള്ളതാണെങ്കിൽ എനിക്ക് അമ്മയിൽ ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. മിനിസ്റ്ററെ കാണാൻ പോകുമ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അമ്മയുടെ കളറിലുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കണം. അത് നീലയോ ഗ്രേയോ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ പോയി അവിടെ ചെന്നു. അവിടെ ഓരോരുത്തർ കണ്ടു, അവരാരുമില്ല, ആ കളർ ഡ്രസ്സൊന്നും ആരുമില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. അത് കഴിഞ്ഞ് മിനിസ്റ്ററെ കാണാൻ റൂമിലേക്ക് കയറി. ഞാൻ ഞെട്ടിപ്പോയി. മിനിസ്റ്റർ ഇട്ടിരിക്കണത് അമ്മയുടെ നീല മേലങ്കിയുടെ കളറുള്ള ഒരു ഷർട്ടായിരുന്നു. ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ആശ്വാസം തോന്നി. കാരണം അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് എനിക്കത് തരുമെന്ന് എനിക്കൊരു ഉറപ്പായിരുന്നു. അതിനുശേഷം എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, കാരണം അമ്മ എനിക്കത് തരുമെന്ന് ഉറപ്പായി. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. MDയെ കാണാൻ പോയ അവസരം കിട്ടിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കുട്ടി ഇതുപോലെ, അവളും ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു. കാശ് രൂപ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ഉടമ്പടി ഉപ്പ് ഞങ്ങൾ MDയുടെ റൂമിൽ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, എവിടെയാണ് തടസ്സങ്ങളെന്ന് എനിക്കറിയില്ല. ഇനി ഈ ഒരു ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് ഈ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരരുത്. തടസ്സങ്ങൾ എവിടെയായിരുന്നാലും അമ്മ പോകണം, അമ്മ പോയി തടസ്സങ്ങൾ നീക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ആ പ്രാർത്ഥന എന്തായാലും മാതാവ് കേട്ടു. 1 മാസത്തിനുള്ളിൽ തീരുമാനങ്ങളുണ്ടായി. MD മാറി, ആ വ്യക്തി മാറി, വേറൊരു MD വന്നു. MD വന്ന് 2ാമത്തെ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഫയൽ ഒപ്പിട്ട് കിട്ടി.
അത് കഴിഞ്ഞ് വേക്കൻസി റിപ്പോർട്ടഡായി. അപ്പോൾ മാർച്ച് 1 എൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ ജന്മദിനത്തിൻ്റെ സമ്മാനമായിട്ടെങ്കിലും ഈ ജോലി എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 27 വേക്കൻസി റിപ്പോർട്ടഡായി. അത് കഴിഞ്ഞ് പിന്നെയും ഡിലേ ആയിരുന്നു, ഒത്തിരി ഡിലേ ആയിരുന്നു. അപ്പം മാർച്ച് 25 അമ്മയുടെ മംഗളവാർത്ത തിരുനാളാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ 25 അമ്മയുടെ തിരുനാളല്ലേ, എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 24 അഡ്വൈസ് ഞങ്ങൾക്ക് സൈറ്റിൽ വന്നു. 26 അമ്മ സമ്മാനമായിട്ട് കയ്യിൽ തന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ളത്. അതും പ്രകാരം ഞാനിന്നിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ കുറച്ചധികം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക്. കാരണം എൻ്റെ ഉടമ്പടിയിൽ കുറവുകളുണ്ടായിരുന്നു. 6ാമത് ഉടമ്പടി വരെയും എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഉടമ്പടി എടുക്കാമെന്ന് കേട്ടെങ്കിലും ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ എന്താണെന്നോ അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ അമ്മയോടും ഈശോയോടും മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ തെറ്റുപറ്റിപ്പോയതിൽ. അപ്പോൾ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മൾ മാതാവിനോട് തന്നെ പറയും, എനിക്കത് കാണിച്ചു തന്നെ. കാരണം എനിക്കും ആദ്യം പത്രമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു, പക്ഷെ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ട് ആരുടെങ്കിലൊക്കെ കയ്യിൽ കൊടുക്കും, അങ്ങനെയാണ് ചെയ്തിരുന്നത്. അത് പക്ഷേ ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളും ധ്യാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ളൊരു വഴി കൂടി നീ കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്യാനുള്ള വഴികൾ മാതാവ് എനിക്ക് തെളിച്ചു തന്നു. അങ്ങനെ ഉടമ്പടിയിൽ ഈ വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആദ്യം കിട്ടിയൊരു അനുഭവമാണ്, അതെൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണ്. കാരണം ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു, എൻ്റെ മാതാപിതാക്കളുടെ ആയുസ്സും ആരോഗ്യവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവരപ്പച്ചനും അമ്മച്ചിയും വീട്ടിൽ തനിച്ചാണുള്ളൂ. അപ്പോൾ ആദ്യം ഉടമ്പടി എടുത്ത് പോയപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനൊരല്പം ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രായമായവരാണ്, എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ കൊടുത്തത്. അപ്പോൾ ഒരു ദിവസം അമ്മച്ചി ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചൻ എന്താണെന്നറിയില്ല, ഒരു ചെറിയ വയ്യാഴി പോലെ ആകെ വിയർക്കുന്നുണ്ട്, അപ്പച്ചന് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നണു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി, കാരണം അത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, വേറൊന്നും ചെയ്യാനില്ല, അമ്മച്ചി ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പച്ചൻ്റെ നെഞ്ചിലും പുറത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക, അപ്പോഴത്തേനും ഞാൻ എത്താം എന്ന് പറഞ്ഞു. അമ്മച്ചി അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നു. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പച്ചനെ കൊണ്ടുപോയി വിവരം പറഞ്ഞപ്പോൾ അവർ ECG എടുക്കണം എന്ന് പറഞ്ഞു. ECG എടുത്തു. ECG റിപ്പോർട്ടിൽ അന്ന് അവിടെ കാർഡിയോളജിസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ അവർ ഞങ്ങളോട് കാര്യം പറഞ്ഞില്ല. അവർ പറഞ്ഞു, നാളെ എന്തായാലും വന്ന് കാർഡിയോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു. അപ്പോൾ ഞാൻ ഈ വിവരം എൻ്റെ ചേച്ചിനെയും അനിയനെയും വിളിച്ച് പറഞ്ഞു. അനിയൻ വിദേശത്താണ്, ചേച്ചി കണ്ണൂരാണ്. അപ്പോൾ അവർ റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. ഞാൻ ഈ റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുത്തു. അവരവരുടെ പരിചയത്തിലുള്ള 4 ഡോക്ടേഴ്സിന് അത് അയച്ചു കൊടുത്തു. 4 ഡോക്ടർമാരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം, ഇന്ന് രാത്രി കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു കിട്ടാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിലാരുമില്ല, അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ നിങ്ങോട്ട് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ കേട്ടപ്പോൾ പേടിയായി. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, രാത്രി തന്നെ അപ്പച്ചനെ കൊണ്ട് ഇവിടേക്ക് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ അപ്പച്ചനെ കാണിച്ചു. ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു അപ്പച്ചൻ്റെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നും കാണണില്ല, മരുന്ന് തന്നു, അങ്ങനെ മാറി. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അമ്മയുടെ ആ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തിയിലും അമ്മ കാണിച്ചു തന്നതാണ്. കാരണം എത്ര വലിയൊരു ആപത്താണ് ഒഴിഞ്ഞു പോയതെന്ന് ഒരാളല്ല 4 ഡോക്ടർമാരും പറഞ്ഞത് ഒരുപോലെയാണ്. കാരണം ഇന്ന് രാത്രി കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു കിട്ടാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാനായിട്ട്. അപ്പോൾ ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോളുടെ കാര്യമാണ്. മോള് CBSE ആണ്. 10th എക്സാമിന് പേടിയുണ്ടായിരുന്നു. കാരണം അവൾക്ക് എപ്പോഴും മാത്സ് എക്സാമിന് സമയം കുറവ് എപ്പോഴും പറയാറുണ്ട്. പഠിച്ചിട്ട് പോവും, പക്ഷേ പഠിച്ചത് മുഴുവൻ എഴുതി വയ്ക്കാൻ അവൾക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് 10ലായപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ അവളുടെ കാര്യം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അവൾ എക്സാമിന് പോകുമ്പോൾ ഞാൻ അവൾക്ക് ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിച്ചാണ് വിട്ടിരുന്നത്. ഉടമ്പടി കാശുരൂപം ഞാൻ അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുമായിരുന്നു എക്സാമിന് പോകുമ്പോൾ. അങ്ങനെ അവൾ എക്സാം എഴുതി കുഴപ്പമൊന്നുമില്ലാതെ 91 മാർക്കോടുകൂടി അവൾക്ക് മാത്സ് എക്സാം പാസ്സാവാൻ കഴിഞ്ഞു. ഈ വലിയ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു 80 കിലോമീറ്ററോളം 2 വീലർ ഓടിക്കേണ്ടി വരുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ അദ്ദേഹത്തിന് തണ്ടലിന് വേദന ഉണ്ടായിരുന്നു. ഇരുന്ന് ജോലി ചെയ്യാനായിട്ട് കുറേ നേരം ഇരുന്ന് ജോലിയും ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കുടുംബം ആ നിയോഗം വെച്ചിട്ട് കഴിഞ്ഞ കണ്ട ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. അദ്ദേഹത്തിന് ഒരു സൗഖ്യം നൽകിയതിന് ഓർത്തും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇതിപ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ കിട്ടിയ
അനുഭവങ്ങളാണ്. ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ആങ്ങളുടെ കുട്ടിയുടെ രോഗസൗഖ്യമുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബ സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ആദ്യ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗവൺമെൻറ് ജോലിയായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എൻ്റെ ആഗ്രഹം അതല്ല. ഇപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണത് നിത്യത വരെയും എനിക്ക് ഈശോയുടെ അമ്മയുടെയും കൈപിടിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റണം. അതിനമ്മ ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ പേപ്പർ കൊടുക്കാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് പള്ളികളിൽ ഇറങ്ങി അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാ മാസവും ഞാനിവിടെ വരും. മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ വരും. വന്ന് 2 കെട്ട് പത്രം മേടിക്കും. പത്രം മേടിച്ചിട്ട് ഞാൻ കടകളിൽ, അതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ, റോഡുകളിൽ അങ്ങനെ കാണുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അങ്ങനെയാണ് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും വഴക്ക് കേട്ടിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരാൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞു, നിങ്ങൾ രാജ്യദ്രോഹമാണ് ഈ ചെയ്യുന്നത്, ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളമാണോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി വഴക്ക് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊന്നും പറഞ്ഞില്ല, കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ പിന്നീട് അതൊന്നും തുടർന്ന് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം പേടിക്കും, വിഷമമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ദൈവസ്നേഹത്തോടെ അത് ചെയ്യാൻ പറ്റുന്നതിനോർത്ത് മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങളുടെ അവിടെ പ്രായമായ കിടപ്പ് രോഗികളെ നോക്കുന്നൊരു സ്ഥാപനമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും. പിന്നെ പണമായിട്ട് ആവശ്യമുള്ള രോഗികളായിട്ടുള്ളവർക്ക് അങ്ങനെ സഹായം ചെയ്യാറുണ്ട്. പിന്നെ വിശക്കുന്നവർക്ക്, അതായത് പൊതിച്ചോറായിട്ട് വഴിയരികിലിരിക്കുന്ന വ്യക്തികൾക്ക് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ വെച്ച് കൊണ്ടുപോയി, ഞാൻ തന്നെ വെച്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്ന വീഡിയോകളും അത് സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എപ്പോഴും ഷെയർ ചെയ്തിടാറുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ, മറ്റത് രാവിലെ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് മടിയായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസുകൾ പറയും. എനിക്ക് കുർബാനയ്ക്ക് പോകണ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ മക്കൾക്ക് പോകണം അല്ലെങ്കിൽ ഭർത്താവിന് പോകണം, അപ്പോൾ ആ സമയത്തേക്ക് ഒന്നും ആവില്ല, അവർ പോണ സമയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാകുമായിരുന്നു. കാരണം എനിക്ക് രാവിലെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാനായിട്ട്, ദിവസവും എഴുന്നേറ്റ് 5:30 മണിക്കുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഞാൻ അറിയാതെ തന്നെ ആ സമയമാകുമ്പോൾ മാതാവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എനിക്കത് മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇതിലും നന്നായിട്ട് ഈശോയെ അമ്മയെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹിച്ച് മരണം വരെ ഉടമ്പടിയിലായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി, നമുക്ക് ആത്മീയതയുടെ വേരുകൾ വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഉടമ്പടിയെന്ന്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. യാക്കോബ് 4:8 പറയുന്നുണ്ട്, ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന്. ഉടമ്പടി നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഈ ഉടമ്പടി നമ്മളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ലിംസി നെൽസണും കുടുംബവും തങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച കൃപകൾ നാം കേട്ട തിരുവചനം പോലെ, നമ്മൾ പണിയാത്ത പട്ടണങ്ങൾ, നമ്മൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലങ്ങൾ, നട്ടുവളർത്ത ഒലിവ് തോട്ടത്തിൻ്റെയും ഒക്കെ ഫലങ്ങൾ, ഇത് ഉടമ്പടിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഇന്ന് വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ബേസിക് കണ്ടൻ്റാണ്, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നൽകുന്നത്. യോഗ്യതകളൊക്കെ ഒത്തിരിയുണ്ട്. തൻ്റെ സർട്ടിഫിക്കറ്റുകൾ അത് വെറും പേപ്പറുകളായിട്ട് മാറും എന്ന് ലിംസിക്ക് തോന്നിയ നിമിഷം, അതുവരെയും തനിക്ക് ഒത്തിരി ക്വാളിഫിക്കേഷനുണ്ട്, താൻ ഒത്തിരിയേറെ കപ്പാസിറ്റി ഉള്ള ആളാണ്, എബിലിറ്റി ഉള്ള ആളാണ്. അതൊക്കെ കൊണ്ട് തന്നെ തനിക്ക് ജോലി സാധ്യതകളേറെ എന്ന് വിചാരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് പിന്നീട് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരിക. തൻ്റെ ഏജും ഓവറാകാനായിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം കൃപ ചെയ്താലല്ലാതെ തനിക്ക് ഒന്നും ലഭിക്കില്ല. അത് ഉടമ്പടിയിലൂടെ പിന്നീട് നിവൃത്തിയാകുന്നു. തൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് ഇന്ന് ലിംസി ഇവിടെ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും തൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യം, ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം, മകളുടെ പഠന വിജയം, ഇതിനൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫച്ചൻ്റെ ആരാധനകൾ, സാക്ഷ്യ
അനുഭവങ്ങൾ, ഇതിലൂടെയൊക്കെ തനിക്ക് എല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ലിംസി ഇവിടെ പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ കുടുംബം സമയവും അതുപോലെ തങ്ങളുടെ സാഹചര്യവും ഒക്കെ അതിനു വേണ്ടിയിട്ട് എടുക്കുകയാണ്. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തങ്ങളുടെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കില്ലായിരുന്നു. ഉടമ്പടി അതുതന്നെയാണ് പറയുക, ഉടനടി പരിഹാരം, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം. ആ വചനമനുസരിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റം എല്ലാറ്റിലൂടെയും തനിക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിച്ചുവെന്ന് ഈ മകള് ഇവിടെ പങ്കുവെക്കുന്നു. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യമാണ്. ഞാൻ 12 വർഷമായി ലൈസൻസ് എടുത്ത് വെച്ചിട്ട്. ആദ്യമായിട്ട് വണ്ടി എടുത്തപ്പോൾ ഒന്ന് വീണു. പിന്നെ എനിക്ക് വണ്ടി എടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു. കാരണം എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കും. എനിക്ക് ഈ ജന്മത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും സാക്ഷ്യം കേട്ടപ്പോഴും ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു. ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ പേടിയാണ്, വണ്ടി ഓടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു തവണ വന്നപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റണില്ല വണ്ടി ഓടിക്കാൻ. ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ മാതാവ് അത് കേട്ടു. പിന്നെ എനിക്കറിയില്ല എവിടെ നിന്നാണെന്നറിയില്ല, എനിക്ക് വണ്ടി ഓടിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ വണ്ടി എടുത്തു, പയ്യെ ഓടിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചാണ് ദിവസവും പള്ളിയിൽ പോകുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകാൻ എനിക്ക് പറ്റണം. ഇത് വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഈ ജന്മത്തിന് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം പേടിയായിരുന്നു എനിക്ക്. ഈ വലിയ അനുഗ്രഹത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.